അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വന്നു ചേർന്നതിൻ്റെ സന്തോഷവുമായി മക്കായിലേക്ക് മുന്നോട്ട് നീങ്ങുകയാണ്. ഒപ്പം അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ടുണ്ട്. അങ്ങനെ അവർ പോകുന്നതിൻ്റെ ഇടയിൽ കുറച്ചപ്പുറത്ത് മറ്റൊരു പോയിന്റിൽ വെച്ച് അവർ വേറെ ഒരു സംഘത്തെ കണ്ടു. മറ്റാരുമല്ല, അത് അബൂ സുഫിയാൻ ബിനുൽ ഹാരിസ്, അബ്ദുല്ലാഹി ബിനു അബി ഉമയ്യ എന്നീ രണ്ടാൾക്കാരാണ്. ഈ രണ്ടാൾക്കാരും അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ എല്ലാം മറന്ന് ഇസ്ലാമിലേക്ക്, മദീനയിലേക്ക് വന്നു ചേരുകയാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനകം തന്നെ മക്കയിലെ പ്രബുദ്ധരായ ആൾക്കാർക്ക്, പ്രബുദ്ധർ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ ശേഷിയുള്ള ആൾക്കാർക്കൊക്കെ തന്നെയും മനസ്സിലായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് വരാനിരിക്കുന്നത് എന്നെല്ലാം. അതുകൊണ്ട് തന്നെ അവരോരോരുത്തരും ആ തിരിച്ചറിവിലൂടെ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നബി കണ്ടത് ആരാന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറ്റൊരു പിതൃവ്യനുണ്ടായിരുന്നു, ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബ്. ആ ഹാരിസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് അബൂ സുഫിയാൻ ബിൻ ഹാരിസ്. അപ്പോൾ വളരെ അടുത്ത ഒരാളാണ്. രണ്ടാമത്തേത് അബ്ദുല്ലാഹി ബിൻ അബൂ ഉമയ്യ. അതാരാന്നറിയാമോ? അത് അബ്ദുൽ മുത്തലിബിൻ്റെ മകൾ ആത്തിക ബിന്ത് അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹ, അതായത് നബിയുടെ അമ്മായിയുടെ മകനുമാണ്. ഇവർ രണ്ടാരെ പറ്റി പറയുമ്പോൾ നമ്മൾ മറ്റൊരു അബൂലഹബായി ജീവിച്ചവരായിരുന്നു ഇവർ രണ്ടുപേരും. പക്ഷെ അവർക്ക് ഹിദായത്ത് കിട്ടി, അബൂലഹബിനത് കിട്ടിയില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഏറ്റവും അധികം വേട്ടയാടിയ, അപമാനിച്ച, ശല്യം ചെയ്ത രണ്ടാൾക്കാർ ആയിരുന്നു ഇവർ. അബൂലഹബ് അങ്ങനെയായിരുന്നു, നമ്മൾ കേട്ടിട്ടുണ്ട്. അബൂലഹബ് കുറച്ചുകൂടി നേരത്തെ മരണപ്പെട്ടു പോയി. പക്ഷേ ഇവർ അഭംഗുരം നബിയെ ശല്യപ്പെടുത്തുന്നത് തുടർന്നു കൊണ്ടേ ഇരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ഇവർ നേരെ നബിൻ്റെ മുമ്പിലേക്കാണ് വന്നപ്പോൾ നബി മുഖം തിരിച്ചു കളഞ്ഞു. അവരെ മൈൻഡ് ചെയ്തതേയില്ല, അവരെ ശ്രദ്ധിച്ചതേയില്ല. അപ്പം അവർക്കും വിഷമായി. അവർ പ്രമുഖ സഹാബിമാരോടെല്ലാം പറഞ്ഞു, ഞങ്ങൾ മനസ്സ് മാറി വന്നിരിക്കുകയാണ്, പക്ഷെ ഞങ്ങൾ അത്രമാത്രം ദ്രോഹം ചെയ്തവരാണ്. എന്നാലും ഞങ്ങളോട് മുഹമ്മദ് ക്ഷമിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അതിനിപ്പോൾ ഞങ്ങൾക്കാർക്കും അങ്ങനെ പറയാൻ കഴിയില്ല. നബിയുടെ കാര്യത്തിൽ, നബിയുടെ തീരുമാനത്തിൽ, നബിയുടെ ചെയ്തികളിൽ ഇടപെടാനും കഴിയില്ല. അത് ഇസ്ലാമിൻ്റെ അച്ചടക്കത്തിനെതിരാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ നബിയുടെ അടുക്കലേക്ക് വീണ്ടും വീണ്ടും പോയി നോക്കൂ. അങ്ങനെ അവർ പലപ്പോഴും പല ഭാഗങ്ങളിൽ നിന്നുമായി നബിയുടെ മുമ്പിലേക്ക് വന്നപ്പോഴെല്ലാം നബി ആ ഭാഗത്തിൽ നിന്ന് മാറിക്കളയുകയായിരുന്നു. അവസാനം ഈ യാത്രയിൽ നബിയോടൊപ്പം ഉണ്ടായിരുന്ന ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, അവരാണ് നബിയുടെ മുമ്പിൽ വന്നത്. അവർ ഈ രംഗം കണ്ടു, മനസ്സിലായി. അപ്പോൾ അവർ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ലാ യകുൻ ഇബ്നു അമ്മിക വബ്നു അമ്മത്തിക അഷ്ഖന്നാസി ബിക്. നബിയെ, താങ്കളുടെ സഹോദരൻ്റെ മകനും താങ്കളുടെ പിതൃവ്യൻ്റെ മകനും താങ്കളുടെ അമ്മായിയുടെ മകനും ഒന്നും ഒരിക്കലും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ആകാൻ പാടില്ലാത്തതാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഇങ്ങനത്തെ പൊതുകാര്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും കുടുംബബന്ധിയായ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്ന ഒരാളായിരുന്നു. നല്ല അഭിപ്രായം, നല്ല യുക്തി ബോധമുള്ളവരായിരുന്നു. അതുകൊണ്ട് അവരുടെ അഭിപ്രായം പലപ്പോഴും നബി സ്വീകരിക്കുമായിരുന്നു, കണ്ണടച്ച് സ്വീകരിക്കുമായിരുന്നു. കാരണം അങ്ങനത്തെ കാര്യങ്ങളെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയൂ, നബിക്കറിയാം. പക്ഷേ ഈ കാര്യത്തിൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ നടത്തിയ ശ്രമം പോലും വിജയിച്ചില്ല. അവസാനം അവർ എന്ത് ചെയ്തു എന്നറിയാമോ? നബിയുടെ ജീവിതത്തിൻ്റെ ഉള്ളും പുറവും
നന്നായി അറിയുന്ന ഒരാളുണ്ടല്ലോ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അവർക്കും തന്നെ ഏറ്റവും അടുത്ത സഹോദരനാണ്. അദ്ദേഹത്തിനിടയ്ക്ക് ചെന്ന് സങ്കടം പറഞ്ഞു. അലി, സംഗതി ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്, ഞങ്ങൾ നിഷേധിക്കുന്നില്ല, ഞങ്ങളതിനെ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ മാനസികമായ തിരിച്ചറിവോടുകൂടിയാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിലേക്ക്, തൃപ്തിയിലേക്ക്, സന്തോഷത്തിലേക്ക് നടന്നെടുക്കാൻ എന്താണ് മാർഗം? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. നോക്കൂ, ഇതും നമ്മളൊന്ന് അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയാണ് കാര്യമെങ്കിൽ, നിങ്ങൾ പല ശ്രമം നടത്തിയിട്ടും നബി അത് പരിഗണിച്ചില്ല എന്നാണെങ്കിൽ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അഭിപ്രായപ്പെട്ടിട്ടും അത് നടന്നില്ല എന്നാണ് എങ്കിൽ, പിന്നെ ഇനി വേറെ ശക്തികളൊന്നും ഇതിൽ ഇടപെടാനില്ല. ഇനി ഇടപെടാൻ ഒരു ശക്തിക്ക് മാത്രമേ കഴിയുള്ളൂ. ഏതെന്നറിയോ? അള്ളാഹുവിൻ്റെ കലാമിന്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ കലാമിന് മാത്രം. നിങ്ങളൊരു കാര്യം ചെയ്യും, അലി അള്ളാഹുവിന് പറഞ്ഞു കൊടുത്തു. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പണ്ട് യൂസുഫ് നബിയുടെ മുമ്പിൽ കുറ്റം സമ്മതിച്ചുകൊണ്ട് ഖിന്നരായി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് തെറ്റ് ഏറ്റുപറയുന്ന ഒരു സൂക്തമുണ്ടല്ലോ, ആ സൂക്തം അങ്ങോട്ട് ഓതുക നബിൻ്റെ മുമ്പിൽ ചെന്നിട്ട്. അപ്പോൾ വിശുദ്ധ ഖുർആനിൻ്റെ ശബ്ദവീജികൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ അവർക്ക് ഒരിക്കലും നബിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതാണ് മാർഗം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു ബുദ്ധി അത്രമാത്രം വലുതാണ്. അവർ രണ്ടുപേരും അങ്ങനെ ചെയ്തു. എന്നിട്ട് അവർ ആ ആയത്തങ്ങട് ഓതി. നമ്മൾ ഓതുന്ന സൂറത്ത് യൂസുഫിലെ 91-ാമത്തെ ആയത്ത്, ഖാലൂ തല്ലാഹി ലഖദ് ആഥറകല്ലാഹു അലൈന, അല്ലാഹുവാണ് സത്യം, താങ്കളെ ഞങ്ങളെക്കാൾ അള്ളാഹു ഉന്നതനായി നിശ്ചയിച്ചിരിക്കുന്നു, തിരഞ്ഞെടുത്തിരിക്കുന്നു. വ ഇന്നാ ലമിനൽ ഖാത്തിഈൻ, ഞങ്ങൾ തെറ്റുപറ്റിയവരിൽപ്പെട്ടവരാണ്. അത് കണ്ടതോടെ ഖുർആനിൻ്റെ വീജികൾ അത് അള്ളാഹിൻ്റെ കലാമാണ്, അത് അള്ളാഹുവിൻ്റെ കലാമാണ്. വിശ്വാസിയുടെ മുമ്പിൽ ഒരു ഖുർആനിൻ്റെ ആയത്ത് കേൾക്കുമ്പോൾ വിശ്വാസി മനസ്സിലാക്കേണ്ടത് എന്നോട് അള്ളാഹു സംസാരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഇസ്ലാമിൻ്റെ വികാരം. ഖുർആൻ എന്ന് പറയുന്ന കലാമിന് നേരെയുള്ള വികാരം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുവരെ അലി അള്ളാഹുവിന് അടക്കമുള്ളവർ പറഞ്ഞിട്ടും, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അടക്കമുള്ളവർ പറഞ്ഞിട്ടും വീഴാത്ത നബി തല ഉയർത്തി അവരെ നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് തൊട്ടടുത്ത ആയത്ത് ഓതി, 91-ാമത്തെ ആയത്ത്, 92-ാമത്തെ ആയത്ത്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങളോട് ഒരു പ്രതികാരവുമില്ല. യഗ്ഫിരില്ലാഹു ലക്കും, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരട്ടെ. വഹുവ അർഹമുർ റഹീമീൻ, അവൻ കരുണാവാരിധിയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ ഒപ്പം കൂടിയവരോട് പറയാനുള്ളത്, നബിയുടെ ഓരോ അനക്കത്തിലും അടക്കത്തിലും ഇത്രയും വലിയ പാഠങ്ങളുണ്ട്. അത് നാം കേൾക്കണം, പഠിക്കണം, പകർത്തണം, പകർന്നു കൊടുക്കണം. അള്ളാഹുവിൻ്റെ കടാക്ഷം ഉണ്ടാകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.